ഹാപ്പി വെൽക്കം ടു SJS ദ സ്പ്ലെൻഡിഡ് ജോൺ ടുവേഴ്സ് സിംഫണി. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ആരോഗ്യമെന്നും നമുക്ക് എങ്ങനെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാം എന്നുള്ളതുമാണ്. നമ്മൾ ആരോഗ്യമെന്ന് പറയുമ്പോൾ ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് നമുക്ക് ശാരീരികമായും മാനസികമായും വൈകാരികമായും സാമൂഹികമായുമുള്ള ഒരു നല്ല ഒരു അവസ്ഥയാണ് ആരോഗ്യമെന്ന്. ആരോഗ്യമെന്നാൽ രോഗമില്ലാത്ത ഒരു അവസ്ഥയല്ല. നമുക്ക് മാനസികമായും സാമൂഹികമായും വൈകാരികമായും ശാരീരികമായും എല്ലാം നമ്മൾ സന്തോഷമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആരോഗ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ശാരീരികമായ ആരോഗ്യം? നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ആവശ്യമായ ജോലികൾ ചെയ്യുവാനും കൃത്യമായി പ്രവർത്തിക്കാനും സാധിക്കുക എന്നതാണ് ശാരീരികമായ ആരോഗ്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശാരീരികമായ ആരോഗ്യം അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നാം പാലിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സമീകൃതമായ ആഹാരം, കൃത്യമായ വ്യായാമം, ആവശ്യത്തിനുള്ള ഉറക്കം. നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ കൃത്യമായും പ്രോട്ടീൻ, ഗ്ലൂക്കോസ്, അതുപോലെ ഫൈബർ അടങ്ങുന്ന ഭക്ഷണങ്ങൾ, അതിൽ തന്നെ വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ അടങ്ങുന്ന ഭക്ഷണങ്ങൾ, ഇവ 3ഉം നമ്മുടെ ആഹാരത്തിൽ ഉണ്ടായിരിക്കണം. അതുപോലെ നാം കൃത്യമായി വെള്ളം കുടിക്കണം. നമ്മുടെ ശരീരത്തെ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കാനും നമുക്ക് ആരോഗ്യം തരാനുമായിട്ട് കൃത്യമായ ഭക്ഷണം വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ കൃത്യമായ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് രോഗം വരാതിരിക്കുവാനും വരുന്ന രോഗങ്ങളെ മാറ്റാനുമുള്ള ആ ഒരു ശക്തി നമ്മുടെ ഭക്ഷണത്തിനുണ്ടായിരിക്കണം. ഭക്ഷണത്തെ നാം മരുന്നായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് മരുന്ന് കുറയ്ക്കാൻ സാധിക്കുമെന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. നാം എപ്പോഴും നമ്മുടെ ആഹാരത്തെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി കണ്ട് സമീകൃതമായ ആഹാരം നമ്മൾ ശീലിക്കേണ്ടതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശാരീരിക ആരോഗ്യത്തിന് വേണ്ടത് കൃത്യമായ എക്സസൈസ്. നമ്മുടെ ശരീരത്തിന് മൂവ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്. ഒരു മിതമായ ഒരു എക്സസൈസ് നമ്മൾ കൃത്യമായി എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ആരോഗ്യം മെച്ചമായിരിക്കും. നമുക്ക് അമിത വണ്ണം ഉണ്ടാകാതിരിക്കുവാനും നമുക്ക് കാര്യക്ഷമമായ കാര്യങ്ങൾ ചെയ്യുവാനും നമുക്ക് നല്ല എക്സസൈസ് നമ്മെ സഹായിക്കുന്നു. നല്ല ആരോഗ്യത്തിന് വേണ്ട 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കൃത്യമായി ഉറങ്ങുക എന്നുള്ളത്. ഒരു മനുഷ്യന് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ്. അത് നമുക്ക് തടസ്സമില്ലാതെ ഈ ഉറക്കം നമുക്ക് കിട്ടേണ്ടതാണ്. രാത്രി വളരെ വൈകി മൊബൈൽ നോക്കിയിരിക്കുന്നതും ഉറങ്ങാതിരിക്കുന്നതുമൊക്കെ നമ്മുടെ ആരോഗ്യത്തെ വളരെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളത്. നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ല അളവിൽ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ വെയിറ്റിന് ഒരു 25 കിലോഗ്രാമിന് 1 ലിറ്റർ വെള്ളം എന്ന നിലയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. നല്ല ആരോഗ്യത്തിന് നമുക്ക് രണ്ടാമതായി വേണ്ടത് മാനസിക ആരോഗ്യമാണ്. നല്ല മാനസിക ആരോഗ്യം നേടുന്നതിന് വേണ്ടി നമുക്ക് പാലിക്കാവുന്ന 3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത് മെഡിറ്റേഷനാണ്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മെഡിറ്റേഷൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായി സാധിക്കും. നമുക്ക് വെറുതെ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ തന്നെ അത് നല്ല മെഡിറ്റേഷനായി മാറും. മെഡിറ്റേഷൻ നമ്മുടെ ശ്രദ്ധയെ കൂട്ടുവാനും നമുക്ക് ശാന്തമായിരിക്കാനുമുള്ള ഒരു അവസ്ഥയുണ്ടാക്കും. ഈ മാനസിക ആരോഗ്യത്തിന് രണ്ടാമതായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ്. നമ്മൾ ചെയ്യുന്ന ജോലികൾ അതിൽ കൃത്യമായി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരേ സമയം പല കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മാനസിക ആരോഗ്യം അതിനെ നെഗറ്റീവായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. 3ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് മാനസികാരോഗ്യം വേണ്ടതിനായിട്ടുള്ളത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുക. നമ്മുടെ തോട്ട്സ് എന്തായിരുന്നു, നമ്മുടെ മാനസിക നില എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവലോകനം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്കുണ്ടാകുന്ന നെഗറ്റീവ് തിങ്കിങ് പാറ്റേണുകളെ നമ്മൾ റീഫ്രെയിം ചെയ്ത് അതിനെ പോസിറ്റീവായി മാറ്റുക. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പാലിച്ച് നമുക്ക് നല്ല ഒരു മാനസികാരോഗ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നല്ല ആരോഗ്യത്തിന് വേണ്ട 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് വൈകാരികമായ അല്ലെങ്കിൽ ഇമോഷണൽ ഹെൽത്ത്. നമുക്ക് നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പെരുമാറുവാനും സാധിക്കണം. നമുക്ക് പല വികാരങ്ങളും ഉണ്ടാകാം. നമുക്കുണ്ടാകുന്ന ഒരു വികാരങ്ങളും മോശമല്ല. എന്നാൽ ഏതൊരു വികാരവും ആവശ്യത്തിൽ കുറവാകുകയോ അഥവാ കൂടുതലാകുകയോ ചെയ്താൽ അത് നമുക്ക് മോശമായി ഭവിക്കാം. അപ്പോൾ കൃത്യമായ അളവിൽ നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കുവാനും അതിനെ നമുക്ക് മാനേജ് ചെയ്യുവാനും സാധിക്കണം. നമ്മുടെ വികാരങ്ങളെ മാനേജ് ചെയ്യുന്നതിനുള്ള 1ാമത്തെ ഒരു ടൂളാണ് ജേർണലിംഗ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിലെ വികാരങ്ങളെ ഒരു പേപ്പറിലേക്ക് എഴുതാം. നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, നമുക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത്, എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ, അതിടയ്ക്ക് നമ്മൾ കൃത്യമായി നമ്മളൊരു പേപ്പറിലേക്ക് എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും അതിന് അനാവശ്യമായ ഒരു ബേൺ ഔട്ട് ഒഴിവാക്കാനും സാധിക്കും. ഇങ്ങനെ ജേർണലിൽ കൂടി നമുക്ക് നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു മെത്തേഡാണ് നമുക്ക് ഒരു ഹോബി ഉണ്ടായിരിക്കുക എന്നത്.
നമുക്ക് കൃത്യമായ ഒരു ഹോബി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വികാരങ്ങളെയും നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യുവാനും നമുക്ക് കുറേ കൂടി ഹാപ്പിയായിരിക്കാനും സാധിക്കും. വികാരങ്ങളെ മാനേജ് ചെയ്യുന്നതിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു സ്കില്ലാണ് സോഷ്യൽ സ്കില്ല്. നമുക്ക് ആവശ്യത്തിന് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടായിരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് അവരുടെ കൂടെ കൂടുകയും സംസാരിക്കുകയും ചെയ്യുക. ഇങ്ങനെ ബന്ധങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ നാം ഒരു ലിസണറായിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾക്ക് മറ്റൊരു പറയുന്നത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങളിൽ നമുക്കൊരു ബൗണ്ടറി കീപ്പ് ചെയ്യാൻ സാധിക്കണം. നമ്മുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കാനുള്ള ഒരു ഡിസ്റ്റൻസ് നമ്മൾ എല്ലാവരുടെയും അടുത്ത് കീപ്പ് ചെയ്യണം. അതനുസരിച്ച് ഇങ്ങനെയുള്ള ഈ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും. നമുക്കെല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള വ്യക്തികളായി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്